വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് തടയാനുള്ള ബില്ല് ലോക്സഭ പാസാക്കി. ദേശീയ ബഹുമതിയെ അപമാനിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 കഴിഞ്ഞ വർഷം രാജ്യസഭ പാസാക്കിയിരുന്നു. അതേസമയം പൊതുപരീക്ഷാ ഭേദഗതി ബില്ലാണ് രാജ്യസഭ ഇന്ന് ചർച്ച ചെയ്തത്. പേപ്പർ ചോർച്ച തടയുന്നതിനുള്ള ബില്ല് യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല എന്ന് രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു. മല്ലികാർജ്ജുൻ ഖാർഗെ ചില പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ ചർച്ചയ്ക്കിടെ പരാമർശിച്ചത് ബഹളത്തിനിടയാക്കി. ആധികാരികത ഉറപ്പാക്കാത്ത കാര്യങ്ങളാണ് ഉദ്ധരിക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ ആരോപിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും ഇന്ന് തടസ്സപ്പെട്ടു. മനു ഭരത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. മനു, ഇന്നും വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ബഹളം തുടർന്നു. സഭ നിർത്തിവെക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് സഭയിൽ തുടരുന്നത്. അതോടൊപ്പം തന്നെ ചില ബില്ലുകൾ, ഭേദഗതി ബില്ലുകൾ പാസാക്കിയെടുക്കുകയും ചെയ്തു. സഭയിൽ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, ഇന്നും പാർലമെന്റിൽ പ്രക്ഷുബ്ധമായ രംഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. രണ്ട് സുപ്രധാന ബില്ലുകളാണ് പാർലമെന്റിൽ എത്തിയത്. ലോക്സഭയിൽ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്തത് വന്ദേ മാതരം ആലപിക്കുമ്പോൾ അതിനെ അപമാനിക്കുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള ഒരു ബില്ലാണ്. അത് കഴിഞ്ഞ ദിവസം രാജ്യസഭ പാസാക്കിയ ബില്ലാണ് ഇന്ന് ലോക്സഭ ചർച്ചയ്ക്കിടുകയും അത് പാസ്സാക്കുകയും ചെയ്തത്. രാജ്യസഭയിൽ ഇന്ന് ഈ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതുമായി സംബന്ധിച്ച ബില്ലാണ് ചർച്ചയ്ക്ക് വന്നത്. പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ല് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ മല്ലികാർജ്ജുൻ ഖർഗെ രൂക്ഷമായ ഭാഷയിലാണ് ഭരണപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത്. ഭരണപക്ഷത്തിൽ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ വിദ്യാർത്ഥികളെ മർദ്ദിച്ച വിഷയത്തിലൊക്കെ അമിത്ഷായുടെ പ്രതികരണം കാണാത്തത് പ്രതിപക്ഷം ഇന്ന് ഇരു സഭകളിലും വലിയ ചർച്ചാ വിഷയമാക്കി. അതിനെ തുടർന്ന് പ്രതിഷേധം നടന്നു. രാജ്യസഭയിൽ ഇത് സംബന്ധിച്ച് ഇറങ്ങിപ്പോക്കുകൾ ഉണ്ടായി. സഭ നിർത്തിവെക്കേണ്ട സാഹചര്യം വരെ പല ഘട്ടങ്ങളിലും ഉണ്ടായി. ഏതായാലും ഈ ദേശീയ ബിംബങ്ങളെ ആദരിക്കുന്നതിന് സംബന്ധിച്ച ബില്ല് ഇന്ന് രാജ്യസഭയും പാസ്സാക്കിയതിനു ശേഷം ഇന്ന് ലോക്സഭയും അതിന് അംഗീകാരം നൽകുന്നതോടുകൂടി 1971 ആ നിയമം ഭേദഗതി ചെയ്യപ്പെടുന്നു എന്ന് വ്യക്തമായി. അതേസമയം ഈ ചോദ്യപേപ്പർ ചോർച്ച തടയാനുള്ള ബില്ലിൽ രൂക്ഷമായ വിമർശനം ഖർഗെ ഉന്നയിച്ചു. ഇത് പരീക്ഷാക്രമത്തെ യാതൊരു തരത്തിലും മാറ്റുന്നില്ല. ഇത് നേരത്തെ ഉണ്ടായിരുന്ന നിയമത്തിൽ ചില അക്കങ്ങളുടെ മാറ്റം മാത്രമേ വരുന്നുള്ളൂ. തടവിൻ്റെ കാലാവധി വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ മറ്റ് പിഴത്തുക വർദ്ധിപ്പിക്കുക എന്ന തരത്തിൽ അക്കങ്ങളിലൊരു മാറ്റമല്ലാതെ ഇത് പരീക്ഷ സമ്പ്രദായത്തെ മാറ്റുന്ന ഒരു രീതിയില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതേസമയം ചില പാഠപുസ്തകങ്ങളിൽ നിന്ന് ഖർഗെ ചില പരാമർശങ്ങൾ ഉദ്ധരിച്ചത് പ്രതിപക്ഷത്തിന് കയ്യടിയും അതേസമയം ഭരണപക്ഷത്തിൻ്റെ വിമർശനത്തിനും ഇടയാക്കി. കൃത്യമായ ഒരു വ്യക്തതയില്ലാതെയാണ് അത് അത്തരം ഉദ്ധരണികൾ പാർലമെൻറ്റിൽ കൊണ്ടുവന്നത്. അത് പരിശോധിക്കാതെ ചെയ്തിട്ടുള്ളതാണ് എന്നായിരുന്നു ജിതേന്ദ്ര സിംഗ് ഉൾപ്പെടെ ഉള്ളവരുടെ ഈ ബില്ലിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഉള്ള പ്രതികരണം. അതേസമയം ഇരു സഭകളിലും പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ടും ഇരു സഭകൾക്കും ഈ ബില്ലുകൾ, സുപ്രധാനമായ ബില്ലുകൾ ചർച്ചയ്ക്കെടുക്കാനും അതിൽ തുടർ നടപടികൾക്കുമായി മുന്നോട്ട് പോകാനും കഴിഞ്ഞു എന്നതാണ് ഇതിലെ സുപ്രധാനമായ വിഷയം. രേണുക, ശരി. മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.